अरे सब चैनल है, कोई सब चैनल है भैया, बहुत चैनल है मेरे पास। आप जाके टीवी खोलो ना, टीवी खोलो, टीवी पे आ जाएगा। अरे टीवी पे आ जाएगा, आप लाइव स्ट्रीमिंग है। ये केरला है भैया, केरला के बच्चे के साथ नहीं खेलना चाहिए, ठीक है। केरला के बच्चे के साथ ये साथ नहीं खेलना चाहिए भैया। മനസ്സിലാവുന്നില്ലല്ലേ? മനസ്സിലാവണ്ട, എനിക്കൊന്നും നിന്നെ മനസ്സിലാക്കി കിട്ടാനില്ല. अरे मलयालम सीखवाना, मैं क्यों आपके हिंदी में बोलना चाहिए? वो भी आपको पता है, അതെന്തായാലും സൂപ്പറായി. അവിടെ ജീവിതത്തിലെ ആദ്യ അനുഭവമായിരിക്കും. അപ്പം ഇപ്പൊ ആധാറാണ് നമ്മളിപ്പോ എവിടെ പോയി കഴിഞ്ഞാൽ, ഇപ്പം നമ്മളൊരു ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ വേറെ എവിടെ പോയി കഴിഞ്ഞാൽ നമ്മൾ പ്രൂഫായിട്ട് ആധാറാണ് സബ്മിറ്റ് ചെയ്യുക. അപ്പൊ ആ ഒരു സമയത്ത് മിക്കവർക്കും അറിയില്ലാത്തൊരു കാര്യമുണ്ട്, നമുക്ക് വിർച്വൽ ID നമ്പർ കിട്ടും. അതായത് നമ്മുടെ ശരിക്കുള്ള ആധാർ നമ്പർ അല്ലാതെ ആധാറിന്റെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്കൊരു വിർച്വൽ ID, അതായത് വേറൊരു നമ്പർ കിട്ടും. നമ്മുടെ ശരിക്കുള്ള ആധാർ നമ്പർ അല്ലാതെ വേറൊരു സെറ്റ് ഓഫ് നമ്പേഴ്സ് കിട്ടും, 12 അക്കമുള്ള ഒരു നമ്പർ കിട്ടും. ഈ നമ്പറിനും സെയിം ആയിട്ട് നമ്മുടെ ആധാർ നമ്പർ പോലെ തന്നെ വാലിഡ് ആണ്. നമുക്ക് ഏതൊരു പർപ്പസിനും ഈ നമ്പർ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതേപോലെ നമ്മൾ എവിടെയെങ്കിലും കൊടുക്കുമ്പം മാസ്ക്ഡ് ആധാർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമുക്ക് ആധാറിന്റെ വെബ്സൈറ്റിൽ പോയാൽ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അതാകുമ്പോൾ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് എല്ലാം മാസ്ക്ഡ് ആയിരിക്കും. ഈ ആധാറിന്റെ അവസാനത്തെ 4 അക്കവും അതേപോലെ വാലിഡേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള കുറച്ച് മാത്രം ഡീറ്റെയിൽസ് വെച്ചിട്ടുള്ള ആധാർ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ആ ഡോക്യുമെന്റ് കൊടുത്താൽ പോലും അത് അക്സെപ്റ്റബിൾ ആയിരിക്കണം എന്നുള്ളൊരു കാര്യമുണ്ട്. അത് നിങ്ങൾക്ക് അറിയില്ല. എന്നെ ഉപദേശിച്ചത് ആദ്യത്തെ കോൺസ്റ്റബിള് ഹിന്ദിയിലും, പിന്നത്തെ ഹിന്ദി രണ്ടാമത്തെ കോൺസ്റ്റബിൾ ഹിന്ദി ഇംഗ്ലീഷിലും, മൂന്നാമത്തെ ആള് ഫുൾ ഇംഗ്ലീഷിലും പറഞ്ഞു തന്നത് നിങ്ങൾ ഇങ്ങനെ ആധാർ കൊടുക്കരുത്, ഇതുപോലെ മാസ്റ്റർ ഡൗൺലോഡ് ചെയ്യണം, അതാണ് ഉപയോഗിക്കേണ്ടത് എനിക്ക് പറഞ്ഞു. കാര്യം കൂടെ, ഈ ഡിജിറ്റൽ അറസ്റ്റ് അല്ലാതെ വേറൊരു പുതിയ സംവിധാനം ഇപ്പൊ നടക്കുന്നുണ്ട്. കോൾ ഫോർവേഡിംഗ് പോലെ ഒരു ഓപ്ഷൻസ് നമ്മൾ പോലും അറിയാതെ നമ്മളെ കൊണ്ട് ഫോണിൽ എനേബിൾ ചെയ്തിട്ട് ഉണ്ടാക്കുന്ന സ്കാമാണ്. അതായത് നമ്മുടെ വാട്സാപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഹാക്ക് ആകുക മീൻസ് അവർക്ക് അതിനുള്ള ആക്സസ് കിട്ടും. ഇപ്പം ഞങ്ങൾ വന്ന വഴിക്ക് മാഡത്തിനോട് സംസാരിച്ചാണ്, ആ സെയിം ഒരു ഇൻസിഡന്റ് പറഞ്ഞിരുന്നു. അതായത് നമ്മളിപ്പോ ഒരു പാക്കേജ് ഉണ്ടെന്ന് പറഞ്ഞ് വിളിക്കുന്നു, ഡെലിവറി പാർട്ട്ണർ നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചേരാൻ സാധിക്കുന്നില്ല, അദ്ദേഹത്തിന്റെ ഒരു ഫോൺ നമ്പർ തരാം, അതിലേക്ക് നിങ്ങൾ ഒരു മിസ് കോൾ അടിച്ചാൽ മതി, പുള്ളിക്ക് നിങ്ങളുടെ ലൊക്കേഷൻ കിട്ടും എന്ന് പറയുന്നു. പക്ഷെ അവർ തരുന്ന ആ ഒരു നമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിലേക്ക് വരുന്ന എല്ലാ കോളും എല്ലാ SMS-ഉം അവർ പറയുന്ന നമ്പറിലേക്ക് ഫോർവേഡ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പെർമിഷൻ കൊടുക്കുന്ന നമ്പറാണ്. അത് *21* എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ഒരു കോഡിലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. അത് കഴിഞ്ഞ് ഒരു 10 അക്ക നമ്പർ കാണും. ഇത് നമ്മൾ ഫോണിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഫോണിൽ ഒന്നും സംഭവിക്കില്ല, നോർമൽ ആയിട്ട് തന്നെ ഇരിക്കും. പക്ഷേ നമ്മുടെ ഫോണിലേക്ക് വരേണ്ട എല്ലാ കോളും മെസ്സേജുകളും അതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് ഫോർവേഡ് ആവും. ബാങ്കിങ് സെക്ടറിലും ബാധിക്കും. അതായത് ബാങ്കിന്റെ എന്തെങ്കിലും ഡീറ്റെയിൽസ്, ഈ OTP വരുന്നത് നേരെ പുള്ളിയുടെ ഫോണിലേക്കായിരിക്കും പോവുക. ഇത് എല്ലാവർക്കും ചെക്ക് ചെയ്യാൻ വേണ്ടി *21# എന്ന് പറയുന്ന ഒരു കോഡ് നമ്മുടെ ഫോണിൽ വെറുതെ ഡയൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിലേക്ക് വരേണ്ട കോളോ SMS-ഓ വേറെ ഏതെങ്കിലും നമ്പറിലേക്ക് സൂപ്പർ ചെയ്തേക്കാം. നമുക്ക് ഈ അവസരത്തിൽ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയാനുള്ളത്, കേരളത്തിൽ പോയാണ്ട് 4.5 കോടിയോളം മൊബൈൽ ആൾക്കാർ ഒരു വീട്ടിൽ ഒരാൾ തന്നെ 2 മൊബൈലൊക്കെ ഉപയോഗിക്കുന്നതാണ് ഈ 4.5 കോടി മൊബൈൽ കണക്ഷൻസ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ മൊബൈൽ ഉപയോഗിക്കുന്ന ആളുകൾ ഈ യഥാർത്ഥത്തിൽ ഈ മൊബൈലാണ് ഈ തട്ടിപ്പിലേക്ക് തുറക്കുന്ന വാതായനം, അല്ലേ പാർവതി? ഈ സാധനം നമ്മുടെ കയ്യിലുള്ളതുകൊണ്ട് ഇതുവഴിയാണ് ഈ അപകടകാരി കയറി വരുന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. ഇത് കാര്യം നാളെ പൈസ പോയെന്ന് പറയരുത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.